Respected principal, teachers, and my dear friends. So today I'm going to speak the topic Anti-Drugs Day. Anti-Drugs Day means standing against the use of all harmful substances like tobacco, alcohol, vodka, and illegal narcotics. It is both a movement and personal choice to protect our health, family, and future. Drugs may promise fun or relief from stress, but they only bring diseases, mental weakness, poor studies, and broken homes. An anti-drug person understands these dangers and has the courage to say no to peer pressure. Instead, they choose healthy habits like sports, reading music, and spending time with other ones. School, governments, and awareness can help people quit addiction. In short, anti-drugs means choosing the life, self-respect, and dreams over addiction, and regret. Thank you and have a wonderful and nice day. To take the pledge or the oath saying that say no to drugs and yes to life. I request Kartika ma'am to come over here and say the pledge. I request all the students to raise your hand. തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ The sun sets low, the sky turns gray, another day slips away. I drove down that old dirt road where we laughed and where we loved. Now it's just a ghost of the past, a memory that didn't last. I should have held on, I should have stayed, but I let it all slip away. This is the worst way to say goodbye, with tears in my eyes and a heart that's dry. I never thought it would end this way, but here I am, lost in regret today. I see your face in every crowd, hear your voice when it's too loud. I try to move on, but I can't pretend that I don't miss you, my old friend. I should have held on, I should have stayed, but I let it all slip away. This is the worst way to say goodbye, with tears in my eyes and a heart that's dry. I never thought it would end this way, but here I am, lost in regret today. കൂടിയിരിക്കുന്ന ഏവർക്കും എൻ്റെ നമസ്കാരം. ലഹരി എന്ന മഹാവിപത്തിനെതിരെ ലോകത്തെ മുഴുവൻ ഓർമ്മിപ്പിക്കുന്നതിനും ഇതിനെതിരെ ഒന്നിച്ചു പോരാടുന്നതിനുമായാണ്
എല്ലാ വർഷവും ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ആരോഗ്യകരമായ സമൂഹത്തിന് ലഹരി വിമുക്തമായ യുവത്വം എന്നതാണ് ഈ ദിനം നമുക്ക് നൽകുന്ന പ്രധാന സന്ദേശം. ഇന്നത്തെ കാലത്ത് മയക്കുമരുന്ന്, മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വളരെ വേഗത്തിൽ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പൂർണ്ണമായി തകർക്കുന്നു. ഇതിനെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ബോധവൽക്കരണവും ചെറുപ്പം മുതലേ ലഹരിയോട് നോ പറയാൻ പഠിക്കുകയുമാണ്. ലഹരിക്ക് അടിമപ്പെടുന്നവർ അവരുടെ സ്വന്തം ജീവിതം മാത്രമല്ല നശിപ്പിക്കുന്നത്, അവരുടെ കുടുംബങ്ങളെയും സ്വപ്നങ്ങളെയും ഇല്ലാതാക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം, ലഹരിയോട് വിട പറയുക, ആരോഗ്യമായ ഒരു നാളേക്ക് വേണ്ടി കൈകോർക്കുക. എല്ലാവർക്കും നന്ദി. ഇവിടെ ജീസസ് അക്കാദമി സ്കൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു സ്കിറ്റ് അവതരിപ്പിക്കുകയാണ്. മേഖലകളില്ല, പക്ഷേ ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വലിയ വിപത്ത് നമ്മെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. നാടിന്റെ നട്ടല്ലാകേണ്ട വിദ്യാർത്ഥികൾ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നു. ഇതാ ഞങ്ങൾ സാധനം അവതരിപ്പിക്കുന്നു. അരുതേ ലഹരി, അരുതേ ലഹരി, അരുതേ. എടാ, എന്ത് ബോറാടാ, പഠിക്കുന്നതൊന്നും തലയിലോട്ട് കയറുന്നില്ല. ഈ ഒട്ടിക്കട്ട പഠിത്തം ഒന്ന് തീർന്ന് കിട്ടിയാ മതി. ശരിയാടാ വിനീത്, എനിക്കാണെങ്കിൽ മാത്സ് തലയിലോട്ട് കയറുന്നതേ ഇല്ല. എന്റെ കാര്യം പറയാതിരിക്കുന്നതാ ബുദ്ധി. എനിക്കിതൊന്നും തലയിൽ കയറുന്നുമില്ല. പക്ഷേ എന്റെ പേരൻസിനെ എന്നെ എഞ്ചിനീയർ ആക്കണം. നീ എഞ്ചിനീയർ ആണെങ്കിൽ ഞാൻ ഡോക്ടർ. അതാണ് എന്റെ ഡാഡിന്റെ ആഗ്രഹം. നമ്മൾ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ പറയുന്നത് കേട്ടില്ലേ, പഠിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന്. എന്റെ അമ്മോ, എന്താണ് നോക്കി നിൽക്കുന്നത്? വീടൊക്കെ മടുത്തോ? ശരിക്കും അതുകൊള്ള. നിനക്കൊക്കെ പഠിക്കാൻ മാത്രമല്ലേ അറിയൂ. എടാ, ജീവിതം ഇങ്ങനെ പഠിച്ചു പഠിച്ച് തീർക്കാനുള്ളതല്ല. എൻജോയ് ചെയ്യണം, എൻജോയ്. അതിന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. പണമൊക്കെ വരും, നീയൊക്കെ മനസ്സ് വെച്ചാ മതി. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. നിങ്ങൾക്ക് ഈ ടെൻഷനൊക്കെ മാറുന്നത് ഫ്രീ ബസ് ടൈം പറക്കണം. അതിനെ ഇതായത് പറഞ്ഞാൽ അങ്ങോട്ട് പിടിപ്പിക്കും. ശരി, ഞങ്ങൾ പോകുന്നു. ഉപയോഗിച്ച് നോക്കിയിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. നാളെ ഞങ്ങളിവിടെ കാണാം, വേണമെങ്കിൽ വന്നോളൂ. പക്ഷെ വെറുതെ കിട്ടില്ല കേട്ടോ, നല്ല വില തരേണ്ടി വരും. എടാ, എന്തൊരു സുഖാടാ. ഭാരമെല്ലാം എങ്ങോ പോയതുപോലെ, അപ്പൂപ്പൻ താടി പോലെ പറക്കാൻ തോന്നുന്നടാ. ശരിയാടാ, ഈ ദൂഷണൊന്നും പോകണ്ട. പഠിച്ചിട്ടൊക്കെ എന്നാ കിട്ടാനാ. ശരിയാടാ, നമുക്ക് അടിച്ചു പൊളിക്കാം. എടാ, ഇന്നാകെ പ്രശ്നമായല്ലോ. ഒരു വക ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഉറക്കം വന്നിട്ടിരിക്കാൻ വയ്യായിരുന്നു. ഞാൻ കണ്ടു നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങുന്നത്. ഒരു കല്യാണത്തിന് പോയെന്ന് പറഞ്ഞതുകൊണ്ട് നീയൊക്കെ ഇപ്പൊ ടീച്ചറിന്റെ എന്ന് രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം പിടിവീഴാൻ നോക്കിക്കോ. അതൊക്കെ പോട്ടെ, ഇന്നലത്തെ സ്ഥലത്തെത്തണ്ടേ? കാശിന് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഞാൻ അമ്മയുടെ അലമാരയിൽ ഇരുന്ന 3000 രൂപ നൈസായിട്ട് ഇങ്ങ് അടിച്ചു മാറ്റി. നാളെ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ആ, മിടുക്കന്മാർ വന്നല്ലോ. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു?
സൂപ്പർ. മനസ്സിന് എന്തൊരു സുഖമായിരുന്നു. ഒരു ടെൻഷനുമില്ല. ക്ലാസ്സിൽ നല്ല ഉറക്കമായിരുന്നു. അതാ ഞങ്ങൾ പറഞ്ഞത്, ഇതൊക്കെ ഇതിലും നേരത്തെ അറിയേണ്ടതായിരുന്നു. ചേട്ടാ, അതെ, ഞങ്ങളൊരു 3000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. 3000 രൂപയോ? അതുകൊണ്ടൊന്നും ആവില്ല. സാരമില്ല, ആദ്യമായിട്ടല്ലേ, ഉള്ളത് തരാം. അത് പേടിക്കണ്ട. ആരെ കൊന്നിട്ടായാലും നാളെ നിങ്ങൾ പറഞ്ഞ പണം കൊണ്ടുവരും. ഹലോ, മിസ്റ്റർ ബാബു അല്ലേ? അതെ. ഞാൻ സാമിന്റെ ക്ലാസ് ടീച്ചറാണ്. സാം ഈയിടെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഹോംവർക്കൊന്നും ചെയ്യാറില്ല. സാമിന്റെ അമ്മ അവിടെ ഉണ്ടോ? ഒന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഉണ്ടല്ലോ, ഞാൻ കൊടുക്കാം. ഹലോ, ഞാൻ സാമിന്റെ ടീച്ചറാണ്. സാം ഈ അടുത്ത കാലത്ത് വീട്ടിലെങ്ങനെയാ? ഞാൻ ടീച്ചറിനെ കാണാൻ വരാനിരിക്കുമായിരുന്നു. ഈയിടെ അവന് ഭയങ്കര ദേഷ്യമാണ്. രാവിലെ എഴുന്നേൽക്കാനും മടിയാ. ഇപ്പൊ ട്യൂഷന് പോയേക്കുവാ. ട്യൂഷൻ ക്ലാസ്സിന് പല ദിവസം കയറുന്നില്ലാന്ന് ടീച്ചർ പറഞ്ഞു. മാത്രമല്ല ടീച്ചറെ, അവൻ പണം മോഷ്ടിക്കാനും തുടങ്ങി. അയ്യോ, വല്ല കെണിയിലും ചെന്ന് പെട്ടോ? അപ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മോൻ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ശരി ടീച്ചറെ. എടാ, അവിടെ നിൽക്ക്. നിനക്ക് എന്താ പറ്റിയത്? ഓ, എനിക്ക് എന്ത് പറ്റാൻ? പഠിച്ച് ഞാൻ മടുത്തു. മോനെ, നിന്റെ ബാഗ് എഴുതാ. പിന്നെ തൊട്ട് പോകരുത്. അമ്മയ്ക്ക് എന്താ എന്റെ ബാഗ്? അതെന്താണ്? അമ്മയല്ലേ എന്നും നിന്റെ ബാഗ് മേടിച്ചു വെച്ചിരുന്നത്? അതൊക്കെ പണ്ട്. ഞാനിപ്പോ കുഞ്ഞു പാവയൊന്നുമല്ല. ഇത് എവിടുന്നാണ് ഈ മൊബൈൽ? പപ്പയ്ക്കിപ്പോ എന്താ വേണ്ടേ? ഇതെന്റെ ഒരു കൂട്ടുകാരനെയാ. അവൻ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ വന്നതാ. അതിന് എനിക്ക് എന്നെ മോനെ പറ്റിയത്? നിങ്ങളുടെ കള്ള കണ്ണീരൊന്നും എനിക്ക് കാണണ്ട. മര്യാദയ്ക്ക് ആ ഫോണിൽ കൊടുത്താ. ഉപയോഗിച്ചതിനും ഏതാനും വിദ്യാർത്ഥികൾ പോലീസ് പിടിയിലായി. അവരെ ലഹരി വിമോചന കേന്ദ്രത്തിൽ അയക്കാൻ കോടതി നിർദ്ദേശിച്ചു. നമ്മുടെ കേരളം ലഹരി മുക്തമാകണം. നമ്മുടെ തലമുറ ആരോഗ്യമുള്ളതാകണം. അതിന് തുടക്കം നമ്മിൽ നിന്ന് തന്നെ ആകണം. ഇനി വേദിയിൽ വെച്ച് നമുക്കൊരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. എൻ്റെ ജീവിതത്തിലേക്കോ എൻ്റെ സുഹൃത്തുക്കളുടെ ജീവിതത്തിലേക്കോ ലഹരി കടത്തിവിടില്ലെന്ന്. ലഹരി വേണ്ട, ജീവിതം മതി. ലഹരിക്ക് നോ പറയൂ, ജീവിതത്തോട് യെസ് പറയൂ. ലഹരി ഉപേക്ഷിക്കൂ, നമ്മുടെ ജീവിതം കാക്കൂ. ഞങ്ങളെ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി.
വളരെ കുറച്ചായിട്ട് ഇൻഫർമേഷൻസ് കിട്ടി വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും മനസ്സിലാക്കി കുട്ടികളെ ഇത് കണ്ടിന്യൂ ചെയ്തു പോവാൻ ആഗ്രഹിക്കും. ക്ലാസ് പോലെ